വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യൂതിത്ത് വന്നതിൻ്റെ 4-ാം ദിവസം ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി. അതിൽ യൂതിത്തിനെയും ക്ഷണിച്ചിരുന്നു. ഇങ്ങനെയൊരു അവസരത്തിനായി കാത്തിരുന്ന യൂതിത്ത് ഒരു മടിയും കൂടാതെ ആ ക്ഷണം സ്വീകരിച്ചു. അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടയാഭരണങ്ങളും അണിഞ്ഞ് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിൻ്റെ മുമ്പിൽ ദാസി വിരിച്ച ആട്ടിൻ തോലിൽ യൂതിത്ത് ശയിച്ചു. ഹോളോഫർണസിൻ്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു. ആദ്യമായി കണ്ടത് മുതൽ അവളെ കൊടുക്കാൻ അവൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോടൊത്ത് ഉല്ലസിക്കുക. ഹോളോഫർണസ് ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്ത അത്രയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോഫർണസിൻ്റെ സമീപം യൂതിത്ത് മാത്രം അവശേഷിച്ചു. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോഫർണസിൻ്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാളെടുത്ത് അവൾ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി. ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. അവൾ പുറത്തു കടന്ന് ഹോളോഫർണസിൻ്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവളത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി. അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബെത്തൂലിയായുടെ കവാടങ്ങളിലെത്തി. യൂതിത്ത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, വാതിൽ തുറക്കൂ. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇസ്രായേലിൽ തൻ്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തൻ്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി തന്നെ അവർ വാതിൽ തുറന്ന് അവരെ അകത്ത് കടത്തി. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.